ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ പാർട്ടിൽ മുടി വരയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫേസിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഈ പാർട്ടിൽ തന്നെ ഫുള്ളായിട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് നേരം ഇരുന്ന് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആക്കി കൊണ്ടുപോകുന്നില്ല. ചെറുതായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഓരോ പാർട്ടും കണ്ട് വരയ്ക്കാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു പാട്ട് നിങ്ങൾ കണ്ടിട്ട് വരച്ച് നോക്കിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഡ്രോയിങ് എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങൊക്കെ മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഒരു ഡ്രോയിങ് യൂട്യൂബിലേക്ക് വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്ത് അതിന് കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും നോക്കുക. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ ചാനൽ നല്ല റീച്ച് ഉണ്ടാകും. മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. വരച്ച് പഠിക്കുന്നവർ പ്രത്യേകിച്ച്. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും. അപ്പോൾ എങ്ങനെയാണ് വരച്ച് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരച്ച് ഫിനിഷ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ, ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ബ്രിസ്റ്റോടെ പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഷെയ്ഡിങ് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഷെയ്ഡിങ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഷെയ്ഡിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഡ്രോയിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. മുമ്പോട്ടുള്ള സമയത്തും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കണ്ട് ഫോളോ ചെയ്ത് പോവുക. ഓരോന്നും കാണുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾ വരച്ചുകൂടെ പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ് ആവത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വരച്ചുകൂടെ നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ വഴിയൊക്കെ ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാ വഴിയൊക്കെ ഒന്ന് അയച്ചു തരിക കേട്ടോ.